ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബിദായത്തുൽ ഹിദായ, അതിന്റെ 13ാമത്തെ വീഡിയോ ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണുന്നത്. കിതാബിന്റെ ഉദ്ധരണി സ്ക്രീനിൽ നൽകാം. നമുക്കതിന്റെ വിവരണത്തിലേക്ക് വരാം. അറാബിയ അൽ മിറാഉ വൽ ജിദാലു വ മുനാഖസത്തുൻ നാസി ഫിൽ കലാം. കസർ വെക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ അർത്ഥം ഏതിൻ്റെതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാം. അൽ മിറാഉ തർക്കം, വൽ ജിദാലു ജിദാലി എന്നൊക്കെ പറഞ്ഞാൽ തർക്കം തന്നെ. മുനാഖസത്തുൻ നാസി ഫിൽ കലാമി, സംസാരത്തിൽ ജനങ്ങളോട് ഇങ്ങനെ നാവിട്ടടിക്കുക, കണിശമായി ഉള്ള കണക്ക് പറഞ്ഞുള്ള സംസാരമാണ് മുനാഖസത്ത്. നാസ് എന്ന് പറഞ്ഞ ജനങ്ങൾ, ഫിൽ കലാം സംസാരത്തിൽ ജനങ്ങളോട് വല്ലാതെ കണിശ നിലപാടിൽ സംസാരിക്കുക. ഫദാലിക ഫീഹി ഈദാഉൽ ലിൽ മുഖാത്തബി, അത് അഭിസംബോധിതനെ, തന്റെ മുമ്പിൽ സംസാരിക്കുന്ന മുഖാത്തബ് അഭിസംബോധിതൻ, അവരെ ബുദ്ധിമുട്ടിക്കലാണ്. ഫദാലിക അത് ഫീഹി അതിലുണ്ട് ഈദാഉൽ ലിൽ മുഖാത്തബ്, അഭിസംബോധിതനെ ബുദ്ധിമുട്ടിക്കലാണ്. വതജ്ഹീലുൽ ലഹു, അവരെ ഒരു വിവരമില്ലാത്തവനാക്കി മാറ്റുക എന്ന ഒരു സ്വഭാവം അതിലുണ്ട്. അവർക്കൊന്നും വിവരമില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥ അതിലുണ്ട്. ത്വഅനും ഫീഹി, അതൊരു ആക്ഷേപമാണത്. ഫീഹി സനാഉൻ അലൻ നഫ്സി, സ്വന്തത്തെ പുകഴ്ത്തലുമാണ് ഒരർത്ഥത്തിൽ. സാന്ദർഭിക ഭാഷ കൊണ്ട് അത് സ്വന്തത്തെ പുകഴ്ത്തലാണ്. തസ്കിയത്തുൽ ലഹാ ബിമസീദിൽ ഫിത്നതി വൽ ഇൽമി, തസ്കിയത്തുൽ ലഹാ, ശരീരത്തെ പുകഴ്ത്തലാണ്, അല്ലെങ്കിൽ സ്വയം എന്ത് ചെയ്യലാണ്, മഹത്വപ്പെടുത്തലാണ്. ബി മസീദിൽ ഫിത്നതി, എനിക്ക് ഭയങ്കര കൂടുതൽ ബുദ്ധികൂർമ്മതയുണ്ട്, വൽ ഇൽമി, അറിവുണ്ട് എന്നൊക്കെ പറയാതെ പറയുന്ന ഒരു സാന്ദർഭിക ഭാഷയാണ്. അതൊരു മോശം സ്വഭാവമാണ്. സുമ്മ ഹുവ മുശവ്വിഷുൻ ലിൽ ഐശി, അത് ജീവിതത്തിന് തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കി തീർക്കുന്നതാണ്. എന്നൊക്കെ ഇൻ മാറൈത്ത സഫീഹൻ, കാരണം നീ മിറാ നടത്തിയാൽ, തർക്കിച്ചാൽ, സഫീഹൻ ഒരു വിഡ്ഢിയോട് തർക്കിച്ചാൽ, ആദാഖ് അവൻ നിനക്കത് പ്രയാസമാക്കി തീർക്കും. വൈൻ മാറൈത്ത ഹലീമൻ, നല്ല സഹനശേഷിയുള്ള ഒരാളോട് നീ തർക്കിച്ചാൽ, ഖലാക്ക അവൻ നിന്നോട് പിണങ്ങും. വഹഖദ അലൈക്, അവൻ നിന്നോട് ഉള്ളിൽ വൈരാഗ്യം സൂക്ഷിക്കും. ഒരു സഫീഹിനോട് തർക്കിച്ചാൽ അവൻ നിന്നെ ഇൻസൾട്ട് ചെയ്യും, അവൻ നിന്നെ തെറി വിളിക്കും, അവൻ നിന്നോട് മോശമായി പെരുമാറും. വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറഞ്ഞത് കാണാം. മൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ, ഒരാൾ തർക്കം ഉപേക്ഷിച്ചാൽ, വഹുവ മുബ്തിലുൻ, അവന്റെ ഭാഗത്ത് ശരിയില്ലാത്ത അവസ്ഥയിൽ അവൻ തർക്കം ഉപേക്ഷിച്ചാൽ, എന്റെ ഭാഗത്ത് ശരിയില്ലാത്തതുകൊണ്ട് തൽക്കാലം തർക്കം വേണ്ട എന്ന് വെച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫീ റബദിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അവിടെ റബദ് എന്ന പദത്തിന്റെ അർത്ഥം, ഇത് അൽമൻഹലാണ്. അൽമൻഹലിൽ നിന്ന് റബദ് എന്ന് പറഞ്ഞാൽ നടുഭാഗം. അപ്പോ സ്വർഗത്തിന്റെ നടുവിൽ അല്ലാഹു ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. വമൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ, ഒരാൾ തർക്കം ഉപേക്ഷിച്ചാൽ, വഹുവ മുഹിഖുൻ, അവന്റെ ഭാഗത്ത് ശരിയാണ്, എന്നാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫീ അഅലൽ ജന്ന, അല്ലാഹു അവന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്ത് ഒരു വീട് നിർമ്മിച്ചു നൽകും. വലാ യംബഗി അൻ യഖ്ദഅക ശൈത്വാനു, വലാ യംബഗി, അനുയോജ്യമല്ല, അൻ യഖ്ദഅക ശൈത്വാൻ, പിശാച് നിന്നെ ചതിച്ചു കളയുന്നത്. വയഖൂല ലക, പിശാച് നിന്നോട് പറയാണ്, അദ്ഹിരിൽ ഹഖ്ക വലാ തുദാഹിൻ ഫീഹി, നീ ശരി വെളിപ്പെടുത്ത്, ശരികൾ ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയൂ. വലാ തുദാഹിൻ ഫീഹി, അതിൽ നീ പിന്നോട്ടടിക്കല്ല എന്ന് പിശാച് പറയും. ശരിയല്ലേ നീ പറയുന്നത്, അതുകൊണ്ട് നിന്റെ ശരി എല്ലാവരും അറിയട്ടെ എന്ന് പിശാച് നിന്നെ ഉള്ളിൽ നിന്ന് ഉപദേശിക്കും. ഉപദേശിച്ചിട്ട് ആൾക്കാരോട് തർക്കിക്കാൻ നീ പോകുമ്പോ അത് പിശാച് നിന്നെ ചതിക്കുകയാണ്.
ഫൈന ഷൈത്വാന അബദൻ, എന്നും പിശാച് യസ്തജിറുൽ ഹംഖ ഇല ശർരി ഫീ മഅരിദിൽ ഖൈർ, യസ്തജിറു അവൻ വലിച്ചു കൊണ്ടുപോകും അൽ ഹംഖ ഹംക്കുകളെ, വിഡ്ഢികളെ, ഇലശർരി തിന്മയിലേക്ക്, ഫീ മഅരിദിൽ ഖൈർ ഒരു നന്മയുടെ ഭാവത്തിൽ, നന്മയുടെ സ്വഭാവത്തിൽ, നന്മയുടെ ഇടത്തിലൂടെയാണ് ഷർറിലേക്ക് കൊണ്ടുപോവുക പിശാച്. അതുകൊണ്ട് ഫലാത്തക്കും ദുഹ്കത്തൽ ലിശൈത്വാൻ, നീ പിശാചിന് ഇരുന്ന് ചിരിക്കാൻ ഒരു ഇടമായി മാറല്ലേ. യസ്ഖറു ബിക, അവൻ നിന്നെ പരിഹസിക്കും. ഫൈദ്ഹാറുൽ ഹഖി, സത്യം വെളിപ്പെടുത്തുക എന്നത് ഹസനുൻ നല്ലതാണ്. മഅമൻ യഖ്ബലു മിൻക, അത് സ്വീകരിക്കുന്നവരോട് സത്യം വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് നല്ലതാണ്. വദാലിക ബിത്വരീഖിൻ നസീഹത്തി, അതൊരു സതുപദേശത്തിന്റെ സതുദ്ദേശത്തിന്റെ റൂട്ടിലായിരിക്കണം. ഫിൽ ഹഖീഖത്തി, ശരിക്കും. ലാബി ത്വരീഖിൽ മുമാറാത്തി, തർക്കിച്ചിട്ട് ഒരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട. വലി നസീഹത്തി സുയഹത്തുൻ വ ഹൈഅത്തുൻ, എപ്പോഴും ഒരു സതുദ്ദേശത്തിന്, സതുപദേശത്തിന് ഒരു രീതിയുണ്ട്, അതിനൊരു ശൈലിയുണ്ട്. വയുഹ്താജു ഫീഹ ഇല തലത്തുഫ്, അതിലൽപ്പം സോഫ്റ്റ് ആയിരിക്കണം, മൃദുലമായിരിക്കണം അതിലെ ആ ഒരു സമീപനം. വൈല്ല, അല്ലെങ്കിൽ സ്വാറത്ത് ഫളീഹത്തൻ, അതൊരു വഷളായി മാറും. വക്കാന ഫസാദുഹ അക്സറ മിൻ സ്വലാഹിഹ, അതിന്റെ കുഴപ്പം അതിന്റെ നന്മയേക്കാൾ എത്രയോ കൂടുതലാണ്. കാന ഫസാദ്, കുഴപ്പം, അക്സറ മിൻ സ്വലാഹിഹ, നന്മയേക്കാൾ കൂടുതലാണ് തർക്കം. അതുകൊണ്ട് തർക്കത്തിന് പോകണ്ട. വമൻ ഖാലത്ത മുത്തഫഖിഹത്തൽ അസ്രി, ഈ കാലഘട്ടത്തിലെ പാണ്ഡിത്യം നടിക്കുന്ന ആൾക്കാരോട് ഒരാൾ ഇടകലർന്ന് ജീവിച്ചാൽ, വലബ അലാ തുബഇഹി അൽ മിറാഉ, തർക്കം അവന് വല്ലാതെ കൂടും. ഈ കാലഘട്ടം എന്ന് ഗസാലി ഇമാം പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്ര ഭരണ സംവിധാനങ്ങളിൽ മികവുറ്റു നിൽക്കുന്ന ആൾക്കാരെ ചുറ്റിപ്പറ്റി അവരുടെ മുമ്പിൽ പ്രശസ്തിയും ആളുമാകുന്ന പണ്ഡിതന്മാരെ സൂചിപ്പിച്ചുകൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കാം. അത്തരം പണ്ഡിതന്മാരുടെ കൂടെ ചെന്നാൽ അവർ തർക്കിച്ച് ജയിക്കാൻ അങ്ങനൊരു പ്രകൃതക്കാരാണ്. അവരെ കൂടെ കൂടിയാൽ നിനക്കും ആ പ്രകൃതം വരും. വഅസുറ അലൈഹി സ്വംതു, അവർക്ക് മൗനിയാകാൻ കഴിയില്ല. വഅസുറ, പ്രയാസമാണ്, അലൈഹി, അവന്റെ മേൽ, അസ്വംതു, മൗനം പാലിക്കുക. ഇത് കാരണം അൽഖാ ഇലൈഹിമുൽ ഉലമാ ഉസ്സൂഇ, അവരുടെ ഇടയിൽ ഈ മോശം പണ്ഡിതന്മാര് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അന്നദാലിക ഹുവൽ ഫളു, ഈ തർക്കിച്ച് ജയിക്കുക എന്നത് വലിയ മഹത്വമാണ് എന്നാണ്. വഅന്നൽ ഖുദ്റത അലൽ മുജാദലത്തി വൽ മുനാഖശത്തി, ചർവിത ചർവണം ചെയ്യുക, തർക്കിക്കുക, അതിനൊക്കെ കഴിയുക എന്ന് പറയുന്നത് ഹുവല്ലദീ യുംതദഹു ബിഹി, അത് വലിയ സ്തുത്യർഹമാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഫഫിറ മിൻഹും ഫിറാറക മിനൽ അസദ്, ഒരു സിംഹത്തിൽ നിന്ന് ഓടി അകലുന്നത് പോലെ ഇത്തരം ആൾക്കാരിൽ നിന്ന് നീ ഓടി അകന്നു കളയണം. വഅലം അന്നൽ മിറാഅ സബബുൽ മഖ്തി ഇൻദല്ലാഹി വ ഇൻദൽ ഖൽഖ്, ഈ തർക്കം സബബുൽ മഖ്തി, കോപത്തിന്റെ കാരണമാണ്. ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കലും, ഇൻദൽ ഖൽഖ്, സൃഷ്ടികളുടെ അടുക്കലും, എല്ലാരുടെ അടുക്കലും മോശമാകാനുള്ള ഒരു വഴിയാണ് തർക്കം. അതുകൊണ്ട് തർക്കത്തിന് പോകണ്ട. അൽ ഖാമിസ്, അഞ്ചാമത്തെ കാര്യം, തസ്കിയത്തുൻ നഫ്സ്, സ്വയം പുകഴ്ത്തുക. ഫഖദ് ഖാല അല്ലാഹു തആല ഫലാ തുസക്കു അൻഫുസകും വഹുവ അഅലമു ബിമൻ ഇത്തഖാ, ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സ്വയം പുകഴ്ത്തരുത്. അള്ളാഹുവിനറിയാം ആരാണ് തഖ്വയുള്ളവൻ, ആരാണ് നല്ലവനെന്ന് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് സ്വയം പുകഴ്ത്തിയത് കൊണ്ട് നന്നാവൂല. വഖീല ലിബഅദിൽ ഹുകമാഇ, ചില പണ്ഡിതന്മാരോടൊക്കെ ചില ഹുക്കമാക്കളോട് ചോദിക്കപ്പെട്ടു, മസ്വിദുൽ ഖബീഹു, എന്താണ് മോശമായ സത്യം, എന്താണ്? ഫഖാല, സത്യമാണ് പക്ഷെ അത് മോശമാണ്. ഫഖാല, അതിന് മറുപടി പറഞ്ഞത് സനാഉൽ മർഇ അലാ നഫ്സിഹി, ഒരു മനുഷ്യൻ സ്വയം പുകഴ്ത്തലാണ്. ഉള്ളത് തന്നെയാണ്, ഞാൻ പണ്ഡിതനാണ്, എനിക്ക് ബിരുദമുണ്ട്, അങ്ങനെ തുടങ്ങി അവൻ ഉള്ള കാര്യമാണ് അവൻ പറയുന്നത്. അപ്പൊ മർ എന്ന് പറഞ്ഞ മനുഷ്യൻ, സന എന്ന് പറഞ്ഞ പുകഴ്ത്തുക, അലാ നഫ്സി, സ്വയം പുകഴ്ത്തുക, അത് ശരിയാണെങ്കിലും ഖബീഹാണ്. ഫയ്യാക്കാൻ തതഅബ്ബദ ദാലിക്, പതിവാക്കരുത്, അങ്ങനെ ഒരു പതിവുണ്ടാകരുത്. വല്ലപ്പോഴും പറഞ്ഞു പോയാൽ തന്നെ അത് ആവർത്തിക്കപ്പെടരുത്, പെട്ടെന്ന് പിന്മാറണം. വഅലം അന്നദാലിക യൻഖുസു മിൻ ഖദ്രിക ഇൻദന്നാസ്, നീ മനസ്സിലാക്കേണ്ടത് ഈ സ്വഭാവം ജനങ്ങളുടെ അടുക്കൽ നിന്റെ സ്ഥാനം കുറക്കുന്നതാണ്, നിന്റെ നിലവാരം കുറക്കുന്നതാണ്. വയൂജിബു മഖ്തക ഇൻദല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ അടുക്കൽ നീ കോപത്തിന് വിധേയനാകുന്നതാണ്. വൈൻ അറത്ത അൻ താരിഫ, വൈൻ അറത്ത നീ ഉദ്ദേശിച്ചാൽ, അൻ താരിഫ മനസ്സിലാക്കാൻ, അന്ന സനാഅക അലാ നഫ്സിക, നീ നിന്നെ പുകഴ്ത്തുന്നത് എപ്പോഴാണ് എന്ന് മനസ്സിലാക്കാൻ,
ലാ യസീദു ഫി ഖദ്രിക ഇൻദ ഗൈരിക. നീ മനസ്സിലാക്കേണ്ടത് വഅലം അൻ തഅരിഫ അന്ന സനാഅക അലാ നഫ്സിക, നീ നിന്റെ പുകഴ്ത്തുന്നത് ലാ യസീദു ഫി ഖദ്രിക ഇൻദ ഗൈരിക, മറ്റൊരാളുടെ അടുക്കൽ നിന്നെ കുറിച്ചൊരു നിലവാരമൊന്നും ഉയരാൻ പോകുന്നില്ല. നീ നിന്നെ കുറിച്ച് പുകഴ്ത്തിയത് കൊണ്ട് ആർക്കും നിന്നോട് ഒരു മതിപ്പും ഉണ്ടാകില്ല. ഫൻദുർ ഇല അഖ്റാനിക ഇല അത്ന വല അൻഫുസിഹിം ബിൽ ഫളി. ഫൻദുർ, നീ ചിന്തിച്ചു നോക്ക്. ഇല അഖ്റാനിക, നിന്റെ സമകാലികരെ കുറിച്ച് നീ ചിന്തിച്ചു നോക്ക്. ഇല അത്ന വല അൻഫുസിഹിം, അവർ സ്വയം പുകഴ്ത്തിയാൽ ബിൽ ഫളി, എനിക്കാണ് മഹത്വം, വൽ ജാഹി, എനിക്കാണ് സ്ഥാനം, വൽ മാലി, എന്റെ അടുത്ത് മാലുണ്ട്, സമ്പത്തുണ്ട്, അങ്ങനെ പറഞ്ഞു പുകഴ്ത്തിയാൽ കൈഫ യസ്തൻകിറുഹു ഖൽബുക, നിന്റെ മനസ്സിൽ എന്തുമാത്രം നിസ്സാരത തോന്നുന്നു അവരെ കുറിച്ച്. വയസ്തസ്ഖിലുഹു തുഉക, അത് എത്ര അസഹനീയമായി നിന്റെ പ്രകൃതം നിനക്ക് മനസ്സിലാക്കി തരും. ഭയങ്കര അസഹനീയമാണ് ഈ പുകഴ്ത്തൽ. കൈഫ തദുമ്മുഹും അലൈഹി ഇദ ഫാറഖ്തഹും, അവരുടെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോരുമ്പോ നീ എന്തുമാത്രം അവരെ മോശമായി മനസ്സിലാക്കും, ആക്ഷേപിക്കും. ഓ, സഹിച്ചൂടാ അവന്റെ ഒരു പുകഴ്ത്തൽ എന്ന് പറയില്ലേ അവന്റെ അടുത്ത് നിങ്ങൾ പോന്നാൽ. ഫലം നീ മനസ്സിലാക്കേണ്ടത് അന്നഹും ഐലൻ, ഈ ജനങ്ങൾ ഫി ഹാലി തസ്കിയതിക നഫ്സക, നീ നിന്നെ പുകഴ്ത്തിയാൽ യദുമ്മൂനക ബിഖുലൂബിഹിം, മനസ്സിൽ അവർ നിന്നെ വെറുക്കും. വയുദ്ഹിറൂനഹു, ആ വെറുപ്പ് അവർ പ്രകടിപ്പിക്കും. ഫി അൽസിനതിഹിം, അവർ പറയും. ഇദാ ഫാറഖ്തഹും, നിന്റെ അടുത്ത് നിന്ന് അവർ പിരിഞ്ഞു പോയാൽ, നീ അവരുടെ അടുത്ത് നിന്ന് പിരിഞ്ഞാൽ അവർ പറയും, ഓ ശല്യം ഒഴിവായി കിട്ടിയല്ലോ എന്നവർ പറയും. അതുകൊണ്ട് അത് വലിയ നന്മയൊന്നുമല്ല. അസാദിസു അല്ലാനും, ആറാമത്തത് ശാപമാണ്. ഫയ്യാക അൻ തൽഅന ശൈഅൻ മിമ്മ ഖലഖല്ലാഹു തആല മിൻ ഹയവാനിൻ. അൻ തൽഅന ശൈഅൻ, നീ ഒരു വസ്തുവിനെ ശപിക്കരുത്. മിമ്മ ഖലഖല്ലാഹു തആല, അല്ലാഹു പടച്ച, മിൻ ഹയവാനിൻ, ഒരു ജീവിയെയോ, ഔ തുആമിൻ, ഭക്ഷണത്തെയോ, ഔ ഇൻസാനിൻ, അല്ലെങ്കിൽ മനുഷ്യനെയോ, ബിഐനിഹി, ആ മനുഷ്യനെ തന്നെ എന്ത് ചെയ്യരുത്, നീ ഒരിക്കലും ശപിക്കരുത്. ഔ തഖ്തഅ ശഹാദതക അലാ അഹദിൻ, അല്ലെങ്കിൽ നീ ഒരാളെ സാക്ഷി മുറിക്കുക, അലാ അഹദിൻ, ഒരാൾക്ക് എതിരെയും, മിൻ അഹ്ലിൽ ഖിബ്ലത്തി, അഹ്ലുൽ ഖിബ്ലയിൽ നിന്ന്, ബിശിർക്കിൻ ഔ കുഫ്രിൻ ഔ നിഫാഖിൻ, ഒരാൾ മുശ്രിക്കാണെന്നോ, ഒരാള് ഔ കുഫ്രിൻ, അല്ലെങ്കിൽ കുഫർ കൊണ്ടോ, ഔ നിഫാഖ്, അല്ലെങ്കിൽ നിഫാഖ് കൊണ്ടോ എന്ത് ചെയ്യുക, സാക്ഷി പറയാം. തഖ്ത എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയാം. തഖ്ത ഷഹാദതക അലാ അഹദിൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി, അഹ്ലുൽ ഖിബ്ലയിൽ നിന്ന്, ഖിബ്ലയിലേക്ക് തിരിയുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ഒരാളെയും മുശ്രിക്കായിട്ടോ കാഫിറായിട്ടോ മുനാഫിഖായിട്ടോ എന്ത് ചെയ്യരുത്, പറയരുത്. ഫൈനൽ മുത്തലി അല സറാഇരി ഹുവല്ലാഹു തആല, സത്യത്തിൽ രഹസ്യം അറിയുന്നവൻ, മനസ്സിലുള്ള രഹസ്യം അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അവൻ അങ്ങനെയാണ്, മുനാഫിഖാണ്, അല്ലെങ്കിൽ കാഫിറാണ്, അല്ലെങ്കിൽ മുശ്രിക്കാണ്, തമ്മാടിയാണ് എന്നൊന്നും പറയാൻ പോകരുത്. ഫലതദ്ഖുൽ ബൈനൽ ഇബാദി വബൈനല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെയും പടപ്പിന്റെ ഇടയിൽ നീ കയറി ഇടപെടരുത്. അവൻ നല്ലവനാണ്, ചീത്തയാണ് എന്ന് പറയേണ്ടത് അള്ളാഹുവാണ്. അതിലേക്ക് നീ കയറി ഇടപെടരുത്. വാലം അന്നക യൗമൽ ഖിയാമത്തി ലാ യുഖാലു ലക്, ഖിയാമത്ത് നാളിൽ ഒരിക്കലും നിന്നോട് ചോദിക്കൂല, ലിമലം തൽഅൻ ഫുലാനൻ, നീ എന്തുകൊണ്ടാ ഫുലാനെ ശപിച്ചില്ല എന്ന് ചോദിക്കൂല. ഔ ലിമ സക്കത്ത അൻഹു, അല്ലെങ്കിൽ നീ എന്താ അവനൊരു കുറ്റവും പറയാതിരുന്നത് എന്ന് ചോദിക്കപ്പെടൂല. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളുടെ പിൻപയിൽ കയറി ഇടപെടണ്ട. ബൽ, എന്ന് മാത്രമല്ല, ലൗലം തൽഅൻ ഇബ്ലീസ തുലഹും ദിക്, നിന്റെ ദീർഘ ജീവിതത്തിനിടയിൽ നീ ഇബ്ലീസിനെ പോലും ആക്ഷേപിച്ചിട്ടില്ലെങ്കിൽ പോലും, വലം തസ്ഗൽ ലിസാനക ബിദിക്രിഹി, ആ ഇബ്ലീസിനെ കുറിച്ച് നീ പറഞ്ഞതേയില്ല. എന്നാൽ ലും തസ്അലനു, എന്തുകൊണ്ട് ഇബ്ലീസിനെ നീ ആക്ഷേപിച്ചില്ല എന്ന് ചോദിക്കപ്പെടൂല. പിന്നെ ബാക്കിയുള്ളവർ പറയാനില്ലല്ലോ. അതുകൊണ്ട് ഒരാൾ മോശമാണെന്ന് നമുക്ക് പരമാവധി തോന്നിയാൽ പോലും, കണ്ടാലും കേട്ടാലും ഒന്നും അയാളുടെ തിന്മയിലേക്ക് കയറി ഇടപെട്ട് അയാൾ മോശമാണ് എന്ന് പറയാൻ പോകണ്ട. വൈദ ലഅൻത അഹദൻ, നീ ഒരാളെ ശപിച്ചാൽ, തൂലിബ്ത ബിഹി വസുഇൽത അൻഹു, നിനക്ക് ഹിസാബ് ഉണ്ടാകും. ആ ശപിച്ചത് ഖദർ കൂടുതലാണോ, അളവാണോ, നിനക്ക് അർഹമായതാണോ, എല്ലാം വിലയിരുത്തപ്പെടും. അതുകൊണ്ട് കുടുങ്ങിപ്പോകും. വലതദുമ്മന്ന ശൈഅൻ മിൻ ഖൽഖില്ലാഹി തആല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെ ആക്ഷേപിക്കണ്ട.
കാറ്റിനെയോ മഴയെയോ വെള്ളത്തെയോ ഒരു വസ്തുവിനെ ആക്ഷേപിക്കരുത്. ഫഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ ലാ യദുമ്മു തുആമ റദീഅ ഖത്തു, ഒരു മോശം ഭക്ഷണത്തെ നബിതങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കാറില്ല. വകാന ഇദസ്തഹാ ശൈഅൻ, ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അക്കലഹു കഴിക്കും, വഇല്ലാ തറക്കഹു, ഇഷ്ടമില്ലെങ്കിൽ കഴിക്കില്ല, എന്നാലും ആക്ഷേപിക്കാറില്ല. അസ്സാബിഉ അദ്ദുആഉ അലൽ ഖൽഖ്, ഏഴാമത്തെ കാര്യം അദ്ദുആഉ അലൽ ഖൽഖി, സൃഷ്ടികൾക്കെതിരെ ദുആ ചെയ്യലാണ്, സൂക്ഷിക്കണം. ഇഹ്ഫദ് ലിസാനക അനി ദുആഇ അലാ അഹദിൻ, ഒരാൾക്കെതിരെയും ദുആ ചെയ്യുന്നത് സൂക്ഷിക്കണം. ലിസാന നാവ്, ഇഹ്ഫദ് നീ സൂക്ഷിക്കണം, അനി ദുആഇ ദുആ ചെയ്യുന്നത് സൂക്ഷിക്കണം, അലാ അഹദിൻ ഒരാൾക്കെതിരെ, മിൻ ഖൽഖില്ലാഹി തആല അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ, വഇൻ ളലമക അവൻ നിന്നോട് അക്രമം ചെയ്താൽ പോലും, വകിൽ അംറഹു ഇലല്ലാഹി തആല നീ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കൂ. ഫഫിൽ ഹദീസ്, ഹദീസിൽ കാണാം, ഇന്നൽ മദ്ലൂമ ഒരു ആക്രമിക്കപ്പെട്ട മനുഷ്യൻ ലാ യദഉ അലാ ളാലിമിഹി അക്രമിക്കെതിരെ ദുആ ചെയ്യും, ഹത്താ യുകാഫിഅഹു ആ ദുആ ചെയ്യുമ്പോൾ തന്നെ മുക്കാഫാത്ത് വരും. അവൻ ഇങ്ങോട്ട് ചെയ്തതിന് പകരമായി കഴിഞ്ഞു അങ്ങോട്ട് എതിരെ ദുആ ചെയ്താൽ. പക്ഷേ സുമ്മ യബ്ഖാ ലിദ്ദാലിമി ഫദ്ലുൻ ഇൻദഹു, പിന്നെ പലപ്പോഴും അവൻ പരലോകത്തൊരു വിചാരണക്ക് വരുന്ന സമയത്ത് യബ്ഖാ അവശേഷിക്കും, ലിദ്ദാലിമി അക്രമിക്ക് ഫദ്ലുൻ അങ്ങോട്ട് അവന് ബാലൻസ് വരും, ഇൻദഹു ഇവന്റെ അടുക്കൽ, യുതാലിബുഹു ബിഹി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ എത്തിയിട്ട് ബാലൻസ് അങ്ങോട്ട് കൊടുക്കാനുണ്ടാകും. അതുകൊണ്ട് അക്രമിക്കെതിരെ മദ്ലൂമായ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഹദീസിൽ കാണാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. വതവ്വല ബഅദുൻ നാസി ലിസാനഹു ഫിൽ ഹജ്ജാജി, ചിലരൊക്കെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കുറിച്ച് വല്ലാതെ വിശദമായി ആക്ഷേപിച്ചു പറഞ്ഞു. വളരെ അക്രമം നടത്തിയ ഒരു ഭരണാധികാരിയായി ഒരുപാട് പണ്ഡിതന്മാരെയും സ്വാലിഹീങ്ങളെയും ഒക്കെ കൊലപ്പെടുത്തിയതായി ചരിത്രത്തിൽ കാണാം. ആ ഹജ്ജാജിനെ കുറിച്ച് ദീർഘമായി ചിലര് സംസാരിച്ചു, എഴുതുകയൊക്കെ ചെയ്തു. ഫഖാല ലഹു ബഅദു സലഫി, അപ്പോൾ ചില പണ്ഡിതന്മാർ ചോദിച്ചു, പറഞ്ഞു, ഇന്നല്ലാഹ ലയന്തഖിമു ലിൽ ഹജ്ജാജി മിമ്മൻ തഅറദ ലഹു ബിലിസാനിഹി, ഹജ്ജാജിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞവരിൽ നിന്ന് അള്ളാഹു ശിക്ഷ നടപ്പിലാക്കും എന്ന് സലഫു സ്വാലിഹീങ്ങളിൽ ചിലർ പറഞ്ഞു. കമാ യന്തഖിമു മിനൽ ഹജ്ജാലി മിമൻ ളലമഹു, ഹജ്ജാജിൽ നിന്ന് ഹജ്ജാജിനെ അള്ളാഹു നടപടിക്ക് വിധേയനാക്കും. ഹജ്ജാജ് ആരെയൊക്കെ ആക്രമിച്ചിട്ടുണ്ടോ ആ ആക്രമിക്കപ്പെട്ടവർക്ക് ഹജ്ജാജിന് അവരിൽ നിന്ന് എന്ത് ചെയ്യും, നടപടി സ്വീകരിക്കും. അതുപോലെ ഹജ്ജാജിനെ കുറിച്ച് ഈ ദീർഘമായി പറഞ്ഞ ആൾക്കാരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആഖിറത്തിൽ പിടികൂടും. അള്ളാഹു കാക്കട്ടെ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അസാമിൻ, എട്ടാമത്തെ, അൽ മിസാഹു വസുഖ്രിയത്തു വൽ ഇസ്തിഹ്സാഉ ബിന്നാസ്. അൽ മിസാഹ്, വല്ലാത്ത ഓവറായിട്ടുള്ള തമാശകൾ, വസുഖ്രിയത്തു മറ്റുള്ളവരെ പരിഹസിക്കുക. ചിലർക്ക് മറ്റുള്ളവരെ മോണോ ആക്ട് കളിച്ചിട്ട് മിമിക്രി കളിച്ചൊക്കെ മറ്റുള്ളവരെ പരിഹസിക്കാൻ ഭയങ്കര ത്രില്ലായിരിക്കും, അപകടമാണ്. വൽ ഇസ്തിഹ്സാഉ ബിന്നാസി, ജനങ്ങളെ പരിഹസിക്കുക, അതും വളരെ അപകടമാണ്. ഫഹ്ഫദ് ലിസാനക ഫഹ്ഫദ് ലിസാനക മിൻഹു, ഫഹ്ഫദ് ലിസാനക മിൻഹു, ഈ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നാവിനെ സൂക്ഷിക്കണം. ഫഇന്നഹു യുരീഖു മാഅൽ വജ്ഹി, അത് മുഖത്തെ വെള്ളം നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ പ്രഭ കെടുത്തിക്കളയും. വയുസ്ഖിതുൽ മഹാബത്ത, ഒരു മനുഷ്യന്റെ മൂല്യം, ആ ഗാംഭീര്യം അത് നശിപ്പിച്ചു കളയും മുഖത്ത് നിന്ന്. വയസ്തജിറുൽ വഹ്ശത, ഒറ്റപ്പെട്ടു പോകും. വയുദിൽ ഖുലൂബ, മനസ്സിനത് ഒരുപാട് വിഷമം ഉണ്ടാക്കും. വഹുവ മബ്ദഉൽ ലജാജി വത്തസാറും, അതെപ്പോഴും ഒരു എന്തിന്റെ തുടക്കമാണ്, ഒരു ലജാജ് അതിന്റെ തുടക്കമാണ്. എപ്പോഴും മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഗൗരവത്തോടെ കാണേണ്ടതും വളരെയേറെ സൂക്ഷിക്കേണ്ടതുമാണ്. എപ്പോഴും വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യുക, ആക്ഷേപിക്കുക. എല്ലാ തർക്കത്തിനും, ലജാജ് എന്ന് പറഞ്ഞാൽ തർക്കം, തസ്വാറും ഏറ്റുമുട്ടൽ, അതിന്റെയൊക്കെ തുടക്കമാണ് മറ്റുള്ളവരെ പരിഹസിക്കുക. മഗ്രിസുൽ ഹിഖ്ദി ഫിൽ ഖുലൂബ്, മനസ്സിൽ വൈരാഗ്യം നട്ടു വളർത്തുന്ന സാധനമാണ്. ഫല തുമാസിഹി അഹദൻ, ഒരാളോടും അമിതമായി തമാശ പറഞ്ഞവരെ ഇൻസൾട്ട് ചെയ്യരുത്. വൈൻ മാസഹക ഗൈറുക, മറ്റുള്ളവർ ഇങ്ങോട്ട് പറഞ്ഞാൽ ഫല തുജിബുഹു, അതിന് മറുപടി പറയണ്ട.
വഅരിദ് അൻഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, അവരിൽ നിന്ന് മാറി നിൽക്കണം. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരിഹി, മറ്റ് ചർച്ചയിലേക്ക് അവർ വരുന്നത് വരെ അവരെ കൂടെ കൂടരുത്. അപ്പൊ തർക്കിക്കുക, തമാശയാക്കുക, ഇൻസൾട്ട് ചെയ്യുക, പരിഹസിക്കുക, ഇത്തരം സംഗതി ചെയ്യുമ്പോൾ അവരെ കൂടെ പോയി നിൽക്കരുത്. വക്കുൻ മിനല്ലദീന ഇദാ മർറൂ ബില്ലഹ്വി, ഇത്തരം അനാവശ്യങ്ങളുമായി ബന്ധപ്പെട്ടവരിലോട് എത്തുമ്പോൾ നീ എന്ത് ചെയ്യണം? മർറൂ കിറാമ, വളരെ മാന്യമായി അവരിൽ നിന്ന് നടന്നകന്നു പോയി കളയണം. ഇത് സൂക്ഷിക്കേണ്ടതാണ്. ഫഹാദിഹി മജാമിഉ ആഫാത്തിൽ ലിസാൻ, ഇതൊക്കെ നാവിന്റെ അപകടങ്ങളുടെ സങ്കേതമാണ്. വല യുഈനുക അലൈഹ ഇല്ലൽ ഉസ്ലത്തു, ഇത്തരം സമയത്ത് ഇത്തരം ആൾക്കാരുടെ കൂടെ കൂടാതെ ഒറ്റയ്ക്കിരിക്കുന്നതാണ് നല്ലത്. വല യുഈനുക, സഹായിക്കില്ല നിന്നെ, അലൈഹ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇല്ലൽ ഉസ്ലത്തു, ഉസ്ലത്തല്ലാതെ. ഉസ്ലത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ജീവിതം. ഇത്തരം ചങ്ങാത്ത് ഒഴിവാക്കുക, അതാണ് ഉസ്ലത്ത്. അതേസമയത്ത് സ്വാലിഹീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളെ കിട്ടുമെങ്കിൽ സ്വാലിഹീങ്ങളുടെ കൂടെ കൂടുക. ഔ മുലാസമത്തു സ്വംതി, അല്ലെങ്കിൽ മൗനിയാവുക. ഇല്ലാ ബിഖദ്രി ദറൂറത്ത്, അനിവാര്യമായ വിഷയം മാത്രം പറയാം. ഖദ് കാന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യളഉ ഹജറൻ ഫീ ഫീഹി, വായിൽ ഒരു കല്ലെടുത്തു വെക്കുകയും, യംനഉഹു മിനൽ കലാമി ലിഗൈരി ദറൂറത്തിൻ, അനിവാര്യതക്ക് വേണ്ടി അല്ലാതെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി കല്ലെടുത്തു വെക്കുകയായിരുന്നു. അപ്പോൾ കഴിയില്ലല്ലോ, സംസാരിക്കാൻ ബുദ്ധിമുട്ടാവുക. വയുഷീറു ഇലാ ലിസാനിഹി, പലപ്പോഴും നാവിനെ സൂചിപ്പിക്കും. വയഖൂലു ഹാദല്ലദി ഔറദനിൽ മവാരിദ്, ഇതാണ് എല്ലാ പ്രശ്നത്തിലും കൊണ്ടെത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നാവിനെ കുറിച്ച് പറയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷിക്കുന്ന ആളാണ്, എന്നിട്ട് പോലും ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറയായിരുന്നു. ഫഹ്തരിസു മിൻഹു ഗായത ജുഹ്ദിക്, പരമാവധി നീ ഇത് സൂക്ഷിക്കണം. ഫഇന്നഹു അഖ്വ അസ്ബാബി ഹലാകി, നീ നശിക്കാനുള്ള പ്രധാന കാരണമാണ്. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നശിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമായതുകൊണ്ട് ഈ കാര്യം വളരെയേറെ സൂക്ഷിക്കണം. ഈ ഭാഗം മുമ്പ് ഞാനൊരു വീഡിയോയുടെ തുടർച്ചയായി അർത്ഥം വെക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ചെറിയൊരു അർത്ഥത്തിൽ ചെറിയൊരു പിശക് വന്നതുകൊണ്ട് ഈ ഭാഗം വീണ്ടും തയ്യാറാക്കിയതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയും ഈ നല്ല സംരംഭത്തിലേക്ക്, മതപഠനത്തിലേക്ക് ധാരാളം കൂട്ടുകാർക്കൊക്കെ പ്രോത്സാഹനം നൽകുകയും ചെയ്യുക. ഓൺലൈൻ ദർസിന്റെ ഭാഗമാകാനൊക്കെ എല്ലാവരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് ഖൈർ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.